ഫ്രണ്ട്സ്, സർവേ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ വിഷയം ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷനെ കുറിച്ചാണ്. ട്രാവേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്, ലീസ്റ്റ് സ്ക്വയർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അത് ട്രാവേഴ്സിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളൊരു രീതിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം ട്രാവേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഓപ്പൺ ട്രാവേഴ്സിൻ്റെ ഡാറ്റയാണ്. ഈ കാണുന്നത് ഓപ്പൺ ട്രാവേഴ്സിൻ്റെ ഡാറ്റയാണ്. അപ്പോൾ നമ്മൾ ട്രാവേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കിടക്കുന്നത് ടാസ്കിനകത്ത് ഫീൽഡ് ട്രാൻസ്ഫറിൽ റിസോൾവിൽ ആണ് ട്രാവേഴ്സ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ ടോട്ടൽ സ്റ്റേഷനിൽ നിന്ന് ഡാറ്റ ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ടോട്ടൽ സ്റ്റേഷനകത്ത് ഡാറ്റ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഫീൽഡ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിന് വേണമെന്നുണ്ടെങ്കിൽ ട്രാവേഴ്സിൻ്റെ ബോക്സിലേക്ക്, ട്രാവേഴ്സ് എഡിറ്ററിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ട്രാവേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫയലിനകത്ത് എക്സ്ട്രാക്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ എക്സ്ട്രാക്റ്റിനകത്ത് നമ്മൾ എവിടെയാണോ ഫീൽഡ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ടോട്ടൽ സ്റ്റേഷനിൽ ഡൗൺലോഡ് ചെയ്ത് ഫീൽഡ് ഫയലായിട്ട് .fld ഫോർമാറ്റിൽ എവിടെയാണ് സേവ് ചെയ്യാൻ ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റാസ് ഫ്രം അറ്റ് ടു ആംഗിൾ വിയറിംഗ് എന്നുള്ളൊരു മെത്തേഡിൽ ഇതിനകത്ത് വന്ന് കിടക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാനുവലി എൻട്രി ചെയ്ത് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ മെഷീനകത്തില്ല, ടോട്ടൽ സ്റ്റേഷൻ വെച്ചല്ല ചെയ്തത്, നമുക്കൊരു FMBയിൽ നിന്ന് കിട്ടിയ ഡാറ്റയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫീൽഡ് ഫയൽ ട്രാവേഴ്സ് ഫീൽഡ് ഫയൽ എഡിറ്ററിനകത്ത് എങ്ങനെ എൻ്റർ ചെയ്യാം എന്നുള്ള രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനായി എൻ്റെ കയ്യിലിവിടെ ഇപ്പോൾ ഒരു ട്രാവേഴ്സിൻ്റെ ഷീറ്റ് ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. അതായത് ഓപ്പൺ ട്രാവേഴ്സാണ്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് ഇൻക്ലൂഡർ ആംഗിൾ, അതായത് നമ്മൾ ഒരു സ്റ്റേഷനിൽ ടോട്ടൽ സ്റ്റേഷൻ ഫിക്സ് ചെയ്തു, ഒരു ബാക്ക് സൈറ്റ് എടുത്തു, ഒരു ഫോർ സൈറ്റ്, അങ്ങനെ ആ രീതിയിലാണ്. അപ്പോൾ ഈ കാണുന്ന ഇതിനകത്ത് കാണുന്ന ഈ ഓപ്പൺ ട്രാവേഴ്സിനകത്ത് ഇതിൽ ഫ്രം, അറ്റ്, ടു, ആംഗിൾ, ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ നോൺ പോയിൻറ്റ്സ്. നമ്മൾ ഓപ്പൺ ട്രാവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് 3 നോൺ പോയിൻറ്റോ അല്ലെങ്കിൽ 4 നോൺ പോയിൻറ്റോ വേണം. അതായത് സ്റ്റാർട്ട് ചെയ്യാൻ 2 പോയിൻറ്റ്, ക്ലോസിങ്ങിന് 1 അല്ലെങ്കിൽ 2 പോയിൻറ്റ്സ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലിസ്കാഡ് സീക്കകത്ത് നമ്മൾ അടിച്ചു കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ ഏത് സ്റ്റേഷനിൽ വെച്ചാണ് ഒബ്സർവ് ചെയ്തത്, അതിൻ്റെ ബാക്ക് സൈറ്റ് ഏതാണ്, അതിൻ്റെ ഫോർ സൈറ്റ് ഏതാണ്, അങ്ങനെ ഓരോ സ്റ്റേഷനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇൻക്ലൂഡർ ആംഗിൾ അതിനകത്ത് ബിയറിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബിയറിംഗ് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം കമ്പ്യൂട്ട് ചെയ്ത് കാണിക്കും. പിന്നീട് അതിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 43 എന്ന സ്റ്റേഷനിൽ സെറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, 42ലേക്ക് നോക്കി ഒരു ട്രാവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോൾ നോൺ പോയിൻറ്റ്സിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 43 ഓക്യുപ്പൈ ചെയ്തു. ബാക്ക് സൈറ്റ് 42ലേക്ക് എടുത്തു, ഫോർ സൈറ്റ് P1ലേക്ക് എടുത്തു. ഇങ്ങനെ ചെയ്തപ്പോൾ കിട്ടിയ ഇൻക്ലൂഡർ ആംഗിളാണ് 106.258. ഈ P1ലേക്കുള്ള ഡിസ്റ്റൻസാണ് 124.976. അതിനുശേഷം വീണ്ടും ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തു, P1 എന്നുള്ള പോയിന്റ് സെറ്റ് ചെയ്തു. 43ലേക്ക് ബാക്ക് സൈഡ് എടുത്തു, 42ലേക്ക് ഫോർ സൈഡ് എടുത്തു. ആ ഇൻക്ലൂഡർ ആംഗിളാണിത്, അതിൻ്റെ ഡിസ്റ്റൻസാണിത്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അവസാനം നമുക്ക് കിട്ടുന്നത് 45 എന്നുള്ള പോയിൻ്റാണ്. 45 ഈ 45 എന്നുള്ളൊരു ഓക്കെ, ഈ 45, 46 ആണ് ക്ലോസിങ്ങിൻ്റെ നോൺ പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ 45ൽ എത്തിച്ചേർന്നു. P14 എന്നുള്ള അവസാനത്തെ നമ്മൾ പുതിയ പോയിൻ്റായ P40ലേക്ക് ബാക്ക് സൈഡ് എടുത്തു, ഫോർ സൈറ്റ് R46എടുത്തു. അതിൽ കിട്ടിയ ഇൻക്ലൂഡർ ആംഗിളാണിത്. അതിൽ കിട്ടിയ 45, 46ലേക്ക് ഉള്ള ഡിസ്റ്റൻസ് അത് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ഇതിൽ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ഇത്രയും വാല്യൂസ് ഞാനിപ്പോൾ ഇത് എക്സലിനകത്ത് ടൈപ്പ് ചെയ്യാൻ കാരണം നമുക്ക് ഇത് ഇവിടുന്ന് കോപ്പി ചെയ്ത് നേരിട്ട് അവിടെ കൊണ്ടുവച്ചാൽ മതി. കാരണം ഈ P1, P2 എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സലിൽ ടൈപ്പ് ചെയ്തെടുക്കാനും കോപ്പി പേസ്റ്റ് ചെയ്യാനും കഴിയും. ഈ കോപ്പി പേസ്റ്റ് എന്നുള്ള മെത്തേഡ് ഡിസ്കാർഡിനകത്തും ഡിസ്കാർഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാവേഴ്സിനകത്തും ഓപ്ഷൻ ഉണ്ട്. കട്ട്, കോപ്പി, പേസ്റ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സലിനകത്ത് ഇങ്ങനെ ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിവിടുന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യുമ്പോൾ ഞാനിവിടെ ബിയറിംഗ് കൊടുത്തിട്ടില്ല. ബിയറിംഗ് എന്നൊരു കോളം എംപ്റ്റി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇങ്ങനെ കോപ്പി ചെയ്യാം. കോപ്പി അതിനുശേഷം ഡിസ്കാർഡിൻ്റെ ട്രാവേഴ്സ് ഫയൽ എഡിറ്റർ എടുത്തു. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എക്സലിൽ ചെയ്യുന്ന പോലെ തന്നെ പേസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാം ഫ്രം, അറ്റ്, ടു, ആംഗിൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത, അതായത് എക്സലിനകത്ത് പറഞ്ഞ സെയിം രീതിയിൽ വാല്യൂസ് ഇവിടെ കാണാം.
അതിനുശേഷം ബിയറിങ് നമ്മൾ കൊടുത്തിട്ടില്ല. ബിയറിങ് നോൺ പോയിൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബിയറിങ് കമ്പ്യൂട്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഡിഫറൻസ് എലിവേഷൻ ചെയ്യും. എലിവേഷൻ എന്നുള്ളൊരു ഇത്, അതായത് ഞാൻ പറഞ്ഞത് ടോൾ സ്റ്റേഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് എലിവേഷൻസ് കിട്ടും. ഇത് മാനുവൽ എൻട്രി ആണ്, മീൻസ് ട്രാവേഴ്സ് ഷീറ്റിൽ നിന്ന് നമ്മൾ പോയിൻറ്റ്സിനെ ആഡ് ചെയ്ത പോലെയാണ്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് പോയിൻറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈപ്പ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ബോക്സ് ക്ലിക്ക് ചെയ്ത് അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ വാല്യൂസ് ടൈപ്പ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള നോൺ പോയിൻറ്റ്സ് ആണ്. നോൺ പോയിൻറ്റ്സ് ഈസ്റ്റിങ് നോർത്തിങ് നമ്മൾ അടിച്ചു കൊടുക്കണം നോൺ പോയിൻറ്റ്സിൻ്റെ. അപ്പോൾ ഇവിടെ ഈ ഒരു ഷീറ്റിനകത്ത് ഉള്ള നോൺ പോയിൻറ്റ്സ് R42. ഓക്കെ, ഇവിടെ കാണാം R42. ഈ R42 നേരെ തന്നെ ഇതിൻ്റെ ഈസ്റ്റിങ് അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഈസ്റ്റിങ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്ന പേസ്റ്റ് ചെയ്ത് ഫസ്റ്റ് കോളത്തിലേക്ക് പോകും. അതായത് നമ്മൾ എക്സലിൽ നിന്ന് വീണ്ടും ഒരു കോപ്പി എടുത്ത് വീണ്ടും ഇതിൽ പേസ്റ്റ് ചെയ്താൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന ഇവിടെയാണെങ്കിൽ കൂടി ആ സംഭവം നമുക്ക് ഇങ്ങോട്ടുമായിട്ട് ഈ ഫുൾ ഡാറ്റ പിന്നെ നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു പോയിൻറ്റ്സ് നമ്മൾ മാനുവലി എൻട്രി ചെയ്യണം. അപ്പോൾ R42, R43, R45, R46 അതിൻ്റെ നേരെ, അതായത് അറ്റ് എന്നുള്ള കോളത്തിൽ ഏത് പോയിൻ്റാണ് അതിൻ്റെ കറസ്പോണ്ട് ആയിട്ട് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈസ്റ്റിങ്ങിൻ്റെ വാല്യൂ 26,4.121. നോർത്തിങ്ങിൻ്റെ വാല്യൂ 52,600.363. അടുത്തത് നമുക്ക് R43 ആണ്. 26,89,8.457. 52, 51, 1.913. നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യണം. ഒരു മിസ്റ്റേക്ക് ഏതെങ്കിലും അക്ഷരം മാറിക്കഴിഞ്ഞാൽ അത് മൊത്തം നമ്മുടെ ട്രാവേഴ്സിനെ ബാധിക്കും. അപ്പോൾ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ R45 ടൈപ്പ് ചെയ്യാണ്. R45 26,46. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാവേഴ്സ് ഫയൽ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സിംപ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ ഇവിടെ ഈ കോളത്തിൽ പറഞ്ഞേക്കുന്ന അതുപോലെ തന്നെയാണ് ഈ കോളത്തിലും ടൈപ്പ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് R43 എന്നതിന് മുൻപ് ഒരു ഹൈഫൺ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഹൈഫൺ ഇവിടെ ഇല്ല എങ്കിൽ ഇത് പ്രോസസ്സ് ആവില്ല. ഈ R43യുടെ ഹൈഫൺ ഇവിടെ നമ്മൾ ആ ഹൈഫൺ ഇടാൻ മറന്നൊരു എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ പ്രോസസ്സിങ് മിസ്മാച്ച് കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ പോയി ട്രാവേഴ്സ് എടുത്തു. ട്രാവേഴ്സിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഹൊറിസോണ്ടൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം, അതുപോലെ ആംഗുലർ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്ഷനിൽ പോയിട്ട് നമ്മൾ ഗ്രിഡ് സെലക്ട് ചെയ്യാം. നമുക്കത് എലിവേഷൻ നമുക്ക് ബാധകമല്ല. ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് സീ ലെവൽ GODL നമുക്ക് അതായത് നമ്മുടെ 260 നമ്മൾ പ്ലെയിൻ സർവേ 2 സർവേ പഠിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് പ്ലെയിൻ സർവേ ബന്ധപ്പെട്ട് നമുക്ക് വളരെ ചെറിയ ഗ്രിഡിനകത്ത് കാണിക്കുന്ന കർഷൻ കാണിച്ചാൽ മതി. എലിവേഷൻസ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നില്ല. ഓക്കെ, എലിവേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിനകത്ത് പോയിട്ട് യൂസ് കമ്പൈൻഡ് സ്കെയിൽ ഫാക്ടർ യൂസ് ചെയ്യാം. ഓക്കെ, സെറ്റിങ്സിനകത്ത് നമുക്ക് ഹൊറിസോണ്ടൽ അക്യുറസി സെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പ്ലോട്ട് സ്കെയിലും സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം ഓക്കെ അടിക്കുക. ഓക്കെ അടിക്കുമ്പോൾ ഒരു മെസ്സേജ് കാണിക്കും മിസ് ക്ലോസർ എത്രയുണ്ട്. ആംഗുലാർ മിസ് ക്ലോസർ എന്നുള്ളത് പോയിൻറ്റ്, അതായത് 0370 3 മിനിറ്റ് 70 സെക്കൻഡ് എന്നാണ് കാണിക്കുന്നത്. അത് നമ്മളെ ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ചെറിയ ഒരു ക്ലോസർ എററാണ്. ചെറിയത് മീൻസ് നമ്മൾ അക്യുറസി കൂടിയ വർക്കാവുമ്പോൾ അതിനനുസരിച്ചുള്ള ഇതുണ്ടാവും. ഓക്കെ, എസ് അടിച്ചു. അതിനുശേഷം നമുക്ക് ഈസ്റ്റിങ്ങിൽ ഇത്ര, നോർത്തിങ്ങിൽ ഇത്രയാണ്. ഈസ്റ്റിങ്ങിൽ 65 മില്ലിമീറ്ററും നോർത്തിങ്ങിൽ 107 മില്ലിമീറ്ററാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ശേഷം അക്യുറസിയിൽ പറയുന്നുണ്ട് 1 in 15,884 എന്നുള്ളതാണ്. ഒക്കെ വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. യെസ്. അപ്പോൾ നമുക്കൊരു ലിസ്റ്റ്, ഒരു റിപ്പോർട്ട് കാണിക്കും. ഈ റിപ്പോർട്ടിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. പോയിൻ്റ് സ്കെയിൽ ഫാക്ടർ പറയുന്നുണ്ട്. അതിനുശേഷം ഒറിജിനൽ ഒബ്സർവേഷൻസ് നമ്മൾ കൊടുത്ത വാല്യൂസ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ,
ഒബ്സർവേഷൻ അഡ്ജസ്റ്റഡ് ആംഗിൾസ് ആൻഡ് ബിയറിംഗ് കോർഡിനേറ്റ്സ്. അപ്പോൾ താഴെ നമുക്ക് ഇതിൻ്റെ മിസ്ക്ലോസർ കാണിക്കുന്നത് നമ്മൾ നേരത്തെ ഡിസ്പ്ലേയിൽ കണ്ട അതുപോലെ തന്നെ മിസ്ക്ലോസർ 370, അതായത് 0.03 3 മിനിറ്റ് 70 സെക്കൻഡാണ് അതിൻ്റെ ക്ലോസിങ് എറർ പറഞ്ഞത്. പിന്നെ അതിന് ശേഷം നമുക്കിവിടെ അതിൻ്റെ ലൈനിലെ 125 മില്ലിമീറ്ററാണ് ലൈനിൽ, അതായത് 12 സെൻറ്റിമീറ്ററാണ് ലൈനിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അക്യുറസി ഇവിടെ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനമായിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന വാല്യൂ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഫയൽ റിപ്പോർട്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഫയൽ സേവ് ചെയ്ത് അല്ലെങ്കിൽ പ്രിൻ്റോ സേവ് ആസോ കൊടുത്ത് ഈ ഒരു റിപ്പോർട്ടിനെ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് അപ്ഡേറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ട്രാവേഴ്സ് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് ആ വാല്യൂസ് 42, 43 ഓൾറെഡി നോൺ പോയിൻറ്റ്സ് ആണ്. ഇതാണ് പുതിയ പോയിൻറ്റ്സ് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ട്രാവേഴ്സിൻ്റെ വാല്യൂ, അതായത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കിട്ടിയ വാല്യൂസ് ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ സിംപ്ലി നമുക്ക് വേണമെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഇവിടെ കോഡില്ല, അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ കോപ്പി ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഇതിൻ്റെ കോഡ്സോ ഡിസ്ക്രിപ്ഷനൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ കോപ്പി ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൻ്റെ റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ റിപ്പോർട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് തന്നെ ഈ സംഭവം ഇങ്ങനെ കോപ്പി ചെയ്ത് ഇത് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് ഇതിനെ നമ്മുടെ എക്സലിലേക്ക് കൊണ്ടുപോയിട്ടൊക്കെ അതിൻ്റെ വാല്യൂസ് നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു വിഷയം, നമുക്ക് മാനുവലി എങ്ങനെ ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യാമെന്നുള്ള രീതിയാണ്. ഓക്കെ, മാനുവലി ട്രാവേഴ്സ് പ്ലോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും 2 ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാവേഴ്സ് ഡാറ്റ നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ അതിലൊരു ബിയറിംഗ് ഉണ്ടാകും, അതിനുശേഷം ആംഗിൾ ഉണ്ടാകും, ഡിസ്റ്റൻസുകളും ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഡാറ്റ ഞാൻ കാണിക്കാം. ഇതിനകത്ത് ഇതൊരു ക്ലോസ് ട്രാവേഴ്സിൻ്റെ ഡാറ്റയാണ്, അതായത് ബിയറിംഗ് എ ടു ബി എന്ന് ചിലപ്പോൾ ബാക്ക് ബിയറിംഗ് തരും, അതിൽ നമുക്ക് ബിയറിംഗ് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അതിനുശേഷം എ എന്നുള്ളത് നോൺ പോയിൻ്റ് അല്ല, കാരണം നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് കോർഡിനേറ്റ്സ് ഇല്ല, ജസ്റ്റ് ഈ ഒരു ഡാറ്റ മാത്രമേ ഉള്ളൂ, കോർഡിനേറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് ഈ ബിയറിംഗ് തരിക. അപ്പോൾ എ എന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട വാല്യൂ കൊടുക്കാം. ബി എന്നുള്ളത് നമ്മൾ ഈ ബിയറിംഗ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുക. എയിൽ നിന്ന് ബിയിലേക്കുള്ള ബിയറിംഗ് വെച്ചിട്ട് നമ്മൾ ഡിസ്റ്റൻസ് കൊടുത്തിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് ഡിസ്റ്റൻസ് 144.24 ആ ഡിസ്റ്റൻസ് വെച്ചാണ് നമ്മൾ ബി എന്നുള്ള പോയിന്റ് കണ്ടെത്തേണ്ടത്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ എ എന്നുള്ള പോയിന്റ് നമ്മൾ 1000 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. ഈസ്റ്റിംഗ് നോർത്തിങ്ങിൽ വാല്യൂ 1000. ഓക്കെ, അപ്പോൾ ബിയുടെ വാല്യൂ എന്തായിരിക്കും നമുക്കറിയില്ല. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഫയൽ ടാസ്കിൽ പോയി കമ്പ്യൂട്ടേഷനിൽ പോയി ക്രിയേറ്റ് പോയിൻ്റ് നമ്മൾ കോഡ് സെലക്ട് ചെയ്ത് TR എന്നുള്ള കോഡാണ്. ക്രിയേറ്റ് പോയിൻ്റിനകത്ത് നമ്മൾ മെത്തേഡ് കോർഡിനേറ്റ്സ് സെലക്ട് ചെയ്യുക, കോർഡിനേറ്റ്സ്. അതിനുശേഷം എ എന്ന് പേര് കൊടുത്ത് അതിന് വാല്യൂസ്. ഓക്കെ, നമ്മുടെ ട്രാവേഴ്സ് ഡാറ്റ നമ്മൾ പ്ലോട്ട് ചെയ്ത നേരത്തെ ചെയ്ത ആ വീഡിയോയിൽ ചെയ്ത പോയിന്റ്സ് ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, എ എന്നുള്ള പോയിന്റ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി എയിൽ നിന്ന് ബിയിലേക്ക് ഉള്ളൊരു ലൈന് നമുക്ക് ബിയറിംഗ് ഉണ്ട്, അതിനുശേഷം ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ ടാസ്കിൽ പോയി യൂട്ടിലിറ്റീസിൽ കോൺഫിഗറിൽ നമ്മൾ യൂണിറ്റ്സ് നമ്മൾ ഡെസിമൽ ഡിഗ്രിയിലാണ് മാറ്റി വെച്ചത്. അപ്പോൾ നോർത്തിൽ നിന്ന് വരുന്ന ആയിട്ട് കാണിക്കണം. ഡെസിമൽ ഡിഗ്രി വെച്ചിട്ട് മാറ്റിയിട്ട് നോർത്തിൽ നിന്ന് നമ്മൾ ആംഗിൾ, അതാണല്ലോ ബിയറിംഗ് ഉദ്ദേശിച്ചത്. അപ്പോൾ നോർത്ത് അസിമത്ത് സെലക്ട് ചെയ്യണം, അതിനുശേഷം ഓക്കെ അടിക്കുക. ശേഷം നമ്മൾ ടാസ്ക് കമ്പ്യൂട്ടേഷനിൽ പോയി ക്രിയേറ്റ് പോയിൻ്റ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ട്രാവേഴ്സിംഗ് ആണ്, ട്രാവേഴ്സിംഗ്. അതിനുശേഷം പുതിയ പേര് കൊടുക്കുക, ബി എന്നുള്ള പേര് ഫ്രം പോയിൻ്റ് എ ആണ്. ലോക്കൽ ബിയറിംഗ് ആയിട്ട് നമുക്ക് 150.14. ഡിസ്റ്റൻസ് എ ടു ബിയുടെ ഡിസ്റ്റൻസ് ഇതാണ് ഇവിടെ പറയുന്നത് 98. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ജസ്റ്റ് എക്സാമിനിൽ പോയി കോർഡിനേറ്റ്സ് എടുക്കുക.
നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ വാല്യൂ കിട്ടും. ഈ ഒരു വാല്യൂ ആണ് ബി എന്നുള്ളതിൻ്റെ വാല്യൂ. ആ ബി എന്നുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഈ 10.48 പോയിൻറ്റ് സംതിങ് ഉള്ള വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 10 ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് പ്രോസസ്സ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, ബി ആയും ബിയും കിട്ടി. ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ക്ലോസ് ചെയ്തു. മെത്തേഡ് ആംഗിൾ ആൻഡ് ഡിസ്റ്റൻസ് എടുക്കുക. അതിനുശേഷം സി എന്നുള്ള പോയിൻ്റ് സെലക്ട് ചെയ്യുക. ഫ്രം പോയിൻ്റ് ബി, ബിയിൽ നിന്ന് റെഫറൻസ് എ. ഇത് ചെയ്യുന്ന മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, കോൺഫിഗറേഷൻ മാറ്റണം. കാരണം അത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെസിമൽ ഡിഗ്രിയിലാണ്. ഓക്കെ, എയിൽ നിന്ന് ബി, സി എന്നുള്ള പോയിൻ്റ്. ഫ്രം പോയിൻ്റ് ബി, റെഫറൻസ് ബി ടു എ, ആംഗിൾ. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എ ബി സി എന്നുള്ള ആംഗിളാണ്, എ ബി സി. അപ്പോൾ എ ബി സി എന്നുള്ള ആംഗിളിൻ്റെ വാല്യൂ 154.48. 154.48. അതിനുശേഷം ഡിസ്റ്റൻസ് 67.5. ഓക്കെ, അടുത്തൊരു പോയിൻ്റ് ഡി. ഡി ഫ്രം സി, റെഫറൻസ് സി ടു ബി, ആംഗിൾ 100.18. ഡിസ്റ്റൻസ് 249.1. ഓക്കെ, അടുത്തൊരു പോയിൻ്റ് ഇ എന്നുള്ള പോയിൻ്റാണ്. സ്റ്റാർട്ട് ഫ്രം പോയിൻ്റ് ഡി, ഫ്രം പോയിൻ്റ് ഡി, റെഫറൻസ് ഡയറക്ഷൻ ഡി ടു സി. എപ്പോഴും നമ്മൾ ഈ ഇൻക്ലൂഡ് ആംഗിൾ എന്നുള്ളത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്ത വാല്യൂസാണ്. അപ്പോൾ ഡി ടു സി സെലക്ട് ചെയ്തു. അതിനുശേഷം ആംഗിൾ 48.3, ഡിസ്റ്റൻസ് 274.6. ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യാം. 48.3. ഓക്കെ, 270. ഓക്കെ, അടുത്തൊരു പോയിൻ്റ് നമുക്ക് ഇനി ഇതിനകത്തുള്ള വാല്യൂസ് ഇ ടു എ ആണ്. ഇ ടു എ നമ്മളറിയാം. എ എന്നുള്ള പോയിൻ്റ് വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മോട് ചോദിക്കുക മൂവ് ചെയ്യണോ അല്ലെങ്കിൽ പുതിയൊരു പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇ ടു എ എന്നുള്ള എ ഓൾറെഡി ഇതിനകത്തുണ്ട്. അപ്പോൾ A1 എന്നുള്ളൊരു പേര് കൊടുക്കാം. A1 ഫ്രം പോയിൻ്റ് ഇ, റെഫറൻസ് ഡയറക്ഷൻ ഇ ടു ഡി. ഞാൻ പറഞ്ഞു ക്ലോക്ക് വൈസിലാണ് ഇൻക്ലൂഡ് ആംഗിൾ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ വാല്യൂ 91.59. അതിൻ്റെ ഡിസ്റ്റൻസ് 70. ഓക്കെ, അടുത്തത് അടുത്ത സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നത് എയിലാണ് ട്രാൻസാക്ഷൻ കൊണ്ട് വെച്ചത്. അതായത് A1-ൽ ഫ്രം പോയിൻ്റ് ID B2, ഫ്രം പോയിൻ്റ് A1, റെഫറൻസ് ഡയറക്ഷൻ 144.24, ഡിസ്റ്റൻസ് 98. റെഫറൻസ് ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. ക്രിയേറ്റ് പോയിൻ്റ് B2 ഫ്രം പോയിൻ്റ് A1, ഡയറക്ഷൻ ഓക്കെ 144.24. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാം എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബിയിലേക്ക് പോയി. അങ്ങനെയാണ് നമ്മൾ ട്രാവേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതിപ്പോൾ ഇവിടെ കാണാം, ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം എയും ബിയും ക്ലോസ് ചെയ്തപ്പോൾ എറർ കാണാം. ഇത്ര വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അതൊരു ലൈൻ വരച്ച് നോക്കാം. ഒരു ലൈൻ എ ബി 98, സി ഡി ഇ. അതിനുശേഷം ആ ലൈൻ വന്നിരിക്കുന്നത് A1-ലേക്കാണ്. ഇത്ര വ്യത്യാസമുണ്ട്. A1 ശേഷം ഏകദേശം ഈ ഒരു ലൈൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്ലോസിങ് എററായിട്ട് കാണുന്നത് 1.25, ഒരു 1.78 മീറ്ററോളം ഇതിൻ്റെ വ്യത്യാസം കാണിക്കുന്നുണ്ട് ഡിസ്റ്റൻസിൽ. അതുപോലെ ഇവിടെ വരുമ്പോൾ
1.5 മീറ്റർ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് പ്രോസസ്സ് ചെയ്ത് നോക്കാം. ക്ലോസ് ചെയ്തു. ഈ ഡാറ്റ നമുക്ക് ടാസ്കിൽ പോയി ഫീൽഡ് ട്രാൻസ്ഫർ, റിസോൾവ്, ട്രാവേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു, നമുക്ക് ഡാറ്റ നമ്മുടെ ടോർച്ച് സ്റ്റേഷനിൽ നിന്ന് ഡാറ്റ ഡൗൺലോഡ് ചെയ്ത ഫീൽഡ് ഫയൽ ടൈപ്പിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി, എക്സ്ട്രാക്റ്റിൽ പോയി എക്സ്ട്രാക്റ്റ് കൊടുത്ത് ഫീൽഡ് ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ അതില്ലാത്തൊരു മെത്തേഡാണ് കാണിച്ചത്. അപ്പോൾ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം, കോപ്പി പേസ്റ്റ്. എൽ സെറ്റ് ചെയ്ത് നമ്മൾ എൽ ടോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബി ഫസ്റ്റ് ബിയിൽ സെറ്റ് ചെയ്തു, സിയിൽ നിന്ന് എയിലെത്തി, എയിൽ നമ്മൾ സെറ്റ് ചെയ്ത് ഇയിലേക്ക് ബാക്ക് സൈഡ് എടുത്ത് ഫോർ സൈഡ് എടുത്തു. ഓക്കെ, പിന്നെ വാല്യൂസ് ഈസ്റ്റിങ്ങും 1000 ആണ്. 1000. ഓക്കെ, അതിന് ശേഷം വീണ്ടും എയുടെ വാല്യൂ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇതിൻ്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ടാസ്ക് കമ്പ്യൂട്ടേഷൻ എക്സാമിൻ കോർഡിനേറ്റ്സ്. പത്ത് 48. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എൻ്റർ ചെയ്തു. ഇന്ന് പ്രോസസ് ചെയ്ത് നോക്കാം. കമ്പ്യൂട്ട് ട്രാവേഴ്സ് 1 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. 1.21 ഡിഗ്രി വ്യത്യാസമുണ്ട്. യെസ് കൊടുത്തു. ഡിസ്ട്രിബ്യൂട്ട് ആവറേജ് പോയിൻറ്റ്സ് വിത്ത് എലിവേഷൻസ്. നമ്മൾ എലിവേഷൻസ് ഇത് കൺസിഡർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ മെസ്സേജ് എന്ന് ഓക്കെ അടിച്ചു. അതിനുശേഷം നമുക്ക് ഇവിടെ മെസ്സേജ് കാണിക്കുന്നത് കാണാം. 30 സെൻറ്റിമീറ്ററാണ് ഈസ്റ്റിങ്ങിൽ, നോർത്തിങ്ങിൽ 35 സെൻറ്റിമീറ്റർ. നമുക്ക് ഓൾറെഡി അവിടെ കണ്ടു കഴിഞ്ഞ് നമ്മൾ 1.5 മീറ്ററോളം ഡിസ്റ്റൻസ് ലീനിയറിൽ പോയിൻറ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. യെസ്. അപ്പോൾ ഇവിടെ കാണാം, നമുക്കതിൻ്റെ കറക്ഷൻ വെച്ചിരിക്കുന്നത് കാണാം. കറക്ഷനകത്ത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആംഗുലർ ഡിസ്റ്റൻസ്, ആംഗുലർ എറർ 1.21 ആണ്. 1 ഡിഗ്രി 21 മിനിറ്റ് ആണ് ആംഗുലർ എറർ. ഈസ്റ്റിങ്ങിൽ -30യും ഈ 30 സെൻറ്റിമീറ്റർ, നോർത്തിങ്ങിൽ -35 സെൻറ്റിമീറ്ററാണ് കറക്ഷൻ എറർ ഉണ്ടായിരുന്നത്, ക്ലോസിങ് എറർ. അതുപോലെ തന്നെ അതിൻ്റെ അക്യുറസി, അതിൻ്റെ ലീനിയർ അതായത് ലെങ്ത്തിലുള്ള വ്യത്യാസം 46 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ട്രാവേഴ്സിൻ്റെ മൊത്തത്തിലുള്ള അക്യുറസി എന്ന് പറയുന്നത് 1:1419 ഓക്കെ, അപ്പോൾ നമ്മുടെ അതാണ് അങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടായിട്ട് ഇവിടെ കാണാം. ക്ലോസ് ചെയ്യുക. ശേഷം നമ്മൾ അപ്ഡേറ്റിൽ പോയി ആ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഇതാണ് പുതിയ പോയിന്റുകൾ. ഓക്കെ അടിക്കാം. നമുക്ക് ഇതിൻ്റെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് പുതിയ വാല്യൂസ്. അപ്പോൾ നമ്മളന്ന് അങ്ങനെ ലൈൻസിന് സെലക്ട് ചെയ്ത സമയത്ത് നമുക്ക് ആ കറക്റ്റഡ് ആയിട്ടൊരു ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ലൈനാണ് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ട്രാവേഴ്സ് അതിന് പ്ലോട്ട് ചെയ്തത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ട്രാവേഴ്സ് ലൈനായിട്ട് ഇവിടെ ആ കറക്ഷനോട് കൂടെ ആയിട്ട് ആ പോയിൻറ്റ്സുകൾ മാറിയിട്ട് വന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് ചെയ്ത വാല്യൂസാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം മൂവായി. ഈ ഒരു മഞ്ഞ ലൈൻ ആദ്യം ഉണ്ടായിരുന്നില്ല. നമ്മളത് പ്രോസസ്സ് ചെയ്ത സമയത്ത്, അതായത് നമ്മൾ അപ്ഡേറ്റിൽ പോയിട്ട് നമ്മൾ ഈ ലൈൻസ് ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻസ് എല്ലാം നമ്മുടെ ട്രാവേഴ്സിൻ്റെ ഷീറ്റിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ട്രാവേഴ്സ് ചെയ്യുന്ന രീതി. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാവേഴ്സിൻ്റെ റിസൾട്ട്. ഞാൻ പറഞ്ഞ ട്രാവേഴ്സിൻ്റെ റിസൾട്ട് സേവ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഉള്ളത്. ട്രാവേഴ്സ് എടുത്തു, അതിനുശേഷം ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. ഈ റിസൾട്ട് എന്ത് ചെയ്യാം, ഫയലിൽ പോയി സേവ് ആസ് കൊടുത്തോ അല്ലെങ്കിൽ പ്രിൻറ്റ് കൊടുത്തോ ഈ ഒരു റിപ്പോർട്ട് നമുക്ക് സേവ് ചെയ്യാം. ഈ റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് കൂടെ കാണിക്കും എന്നാണ്. അത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്കുള്ള ഒരു ഫയൽ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം.
എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.